വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. യമനിലെ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഹൂത്തികളെ തുരത്താൻ എന്ന പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ സേന ആക്രമണം നടത്തിയത് യമനിലെ സാധാരണ മനുഷ്യർക്ക് നേരെയാണ്. ആക്രമണത്തിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 4 ദിവസം മുമ്പാണ് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ വീണ്ടും കടൽ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഗസയിലേക്കുള്ള ജീവൻ രക്ഷാ ഉപാധികളുടെ വരവ് തടസ്സപ്പെടുന്നത് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിന്റെയും ഇസ്രായേലിനോട് ആഭിമുഖ്യമുള്ള കപ്പലുകളെയും ആക്രമിക്കുമെന്നായിരുന്നു ഹൂത്തികളുടെ ഭീഷണി. എന്നാൽ ഭീഷണി പ്രാവർത്തികമാകുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഹൂത്തികളെ ആക്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. യമനിലെ സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞത് അമേരിക്കയുടെ ആക്രമണം പൈശാചികവും ക്രൂരവും എന്നാണ്. ഈ ആക്രമണത്തിന് കാരണമായി ട്രംപ് പറയുന്നത് ബാബൽ മന്ദബ് അന്താരാഷ്ട്ര നാവിഗേഷന് ഭീഷണിയുണ്ടെന്നുള്ളതാണ്. എന്നാൽ ട്രംപിന്റെ വാദം അന്താരാഷ്ട്ര സമൂഹത്തെ മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് ഹൂത്തികൾ പറയുന്നത്. പല അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും അഭിപ്രായത്തിൽ ട്രംപിന്റെ പ്രവൃത്തികൾ വേണ്ടത്ര ഫലം ചെയ്യില്ല എന്ന ആശങ്കയുണ്ടെന്നാണ്. യമനിലെ ഹൂത്തികൾക്ക് അങ്ങേയറ്റത്തെ പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇറാൻ. അഥവാ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് ഹൂത്തികൾ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ആദ്യം വന്ന പ്രതികരണം ഇറാന്റേതായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയിൽ നിന്നാണ് ആദ്യത്തെ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാധാരണ മനുഷ്യരെ കൊല്ലുന്നത് നിർത്തുക എന്നാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച സ്റ്റേറ്റ്മെന്റിൽ അമേരിക്കയോടും ബ്രിട്ടനോടും ആവശ്യപ്പെടുന്നത് മേഖലയെ അസ്ഥിരപ്പെടുത്താതെ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറുക എന്നാണ്. മാത്രമല്ല ഇത് അന്താരാഷ്ട്ര നിയമത്തിനും UN ചാർട്ടിനും എതിരാണെന്നാണ്. അതിനുപരി ഇറാൻ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫലസ്തീനും യമനും വേണ്ടി ശബ്ദിക്കുക, യമനു വേണ്ടി പ്രതികരിക്കുക എന്നാണ്. യമനിലെയും ഫലസ്തീനിലെയും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പ്രതികരിക്കുക എന്നാണ്. അവരുടെ പരമാധികാരത്തിന് വേണ്ടി പ്രതികരിക്കുക എന്നാണ്. ഹൂത്തികൾക്ക് അനുകൂലമായി രണ്ടാമത് വന്ന പ്രതികരണം റഷ്യയുടേതായിരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ അമേരിക്കയോട് ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സെർജി ലാവ്റോ അമേരിക്കൻ സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് അറിയുന്നത്. അദ്ദേഹം മാർക്കോ റുബിയോട് പറഞ്ഞത് പ്രശ്നം ഡയലോഗുകളിലൂടെ തീർക്കണമെന്നും ബലപ്രയോഗം പാടില്ല എന്നുമാണ്. അതേസമയം ഈസ്റ്റേൺ ഖാൻ യൂണിസിലും സലാഹുദ്ദീൻ റോഡിലും ഇസ്രായേൽ പീരങ്കികൾ ഫലസ്തീനികൾക്ക് നേരെ തീതുപ്പി. തെക്കൻ ഗസയും വടക്കൻ ഗസയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് സലാഹുദ്ദീൻ റോഡ്. വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഗസയിൽ ബോംബുകളും ഡ്രോണുകളും ഗർജിക്കുകയാണ്. ബോംബാക്രമണത്തിൽ 13 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ ഡ്രോൺ ആക്രമണത്തിൽ 9 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു.